ഇന്ന് എനിക്ക് ഒരു ഫോൺ വന്ന അത് ഞാൻ മലപ്പുറത്ത് ഒരു ചേച്ചിയെ 16 ദിവസം ആഹാരം കഴിക്കാൻ വയ്യാതെ നടക്കാൻ വയ്യാതെ എടുത്തുകൊണ്ട് വന്നൊരു ചേച്ചിയെ അവരുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നേരാമണ്ണം സുഖമായിട്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് അവർ സന്തോഷത്തോടു കൂടി എനിക്കൊരു ഇൻ്റർവ്യൂ തന്നു. അത് ഞാൻ അവരോട് ചോദിച്ചത് ഇട്ടോട്ടെ നെറ്റിലിട്ടോട്ടെ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു തീർച്ചയായും ഇടണം, കാരണം ഇനി ഇങ്ങനെയൊക്കെയുള്ള ആർക്കെങ്കിലും പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ വൈദ്യരെടുത്ത് എത്തണം, അതിന് തട്ടിപ്പ് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ അവർ മനഃപൂർവ്വം സമൂഹത്തിന് വേണ്ടി ചെയ്തൊരു നന്മ. അത് ക്ലിപ്പിട്ടിട്ട് അത് കണ്ടിട്ടുള്ള ഏതോ ഒരു വ്യക്തി ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ആൾ സൗദി എന്നാന്ന് തോന്നുന്നു, ഒരു പ്രൈവറ്റ് നമ്പറിനകത്ത് നിന്നാണ് ഫോൺ വന്നത്. അപ്പോൾ അതെടുത്തത് എൻ്റെ ഒരു ലേഡി സ്റ്റാഫാണ്. അവർ പറയാൻ കൊള്ളരാത്ത തരത്തിലുള്ള തെറികളും എന്നുമുതലാണ് നിങ്ങൾക്ക് പെൺപിള്ളേരുടെ പെണ്ണുങ്ങളുടെ ഫോൺ പരിശോധനത്തിലാണോ ജോലി, താൻ വൈദ്യനാണോ, തനിക്ക് വൈദ്യൻ്റെ ലൈസൻസ് ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, എവിടെയാണ് വീട്, ഞങ്ങൾ അങ്ങോട്ട് വരുന്നു, ഫോൺ നമ്പർ സ്ഥലം മാത്രം പറഞ്ഞാൽ മതി, അവിടെ വന്ന് സംസാരിക്കാം എന്നൊക്കെ. കാരണം ഒന്നാമത്തെ കാര്യം, ഗൾഫിൽ ഈ പ്രൈവറ്റ് നമ്പർ എടുത്തിടാൻ പോലും പാടില്ലാത്ത രീതിയിലുള്ള ആ നമ്പറിനകത്ത് നിന്നാണ് വിളിച്ചിരിക്കണേ. അപ്പോൾ ഞാൻ തിരിച്ച് ഈ വിളിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് വൃത്തിയായിട്ട് പിന്നെ അത് ഞാൻ ആ കുട്ടി എനിക്ക് എൻ്റെ സ്റ്റാഫ് പെൺകുട്ടി എൻ്റെ തരികയും അത് ഞാനെടുത്ത് എൻ്റെ അടുത്ത സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തപ്പോൾ അവർ തങ്ങളിൽ സംസാരിച്ച് ലാസ്റ്റിൽ ഞങ്ങൾ ഈ ചേച്ചിയുമായിട്ട് അവരുടെ ഭർത്താവുമായിട്ട് സംസാരിച്ചു. അവരോട് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ കാണാം. അവർ പറയുന്നത്, മറ്റേ ആൾ പറഞ്ഞത് അവരോട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒളിച്ചും പാത്തുമാണ് ഈ ഷൂട്ട് ചെയ്തത്, അവർക്ക് അറിയാതാണ് ഞങ്ങൾ ചെയ്തതെന്ന് അവർ പറഞ്ഞെന്നാണ് ഇവർ പറയണേ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ ചേട്ടനെയും ചേച്ചിയും വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളോട് ചോദിച്ചിട്ടല്ലേ ഇട്ടത്? ഇതിൽ ഞങ്ങൾക്ക് ഒരുപാട് പേര് വരുന്നു, കുറേ ആൾക്കാർ ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര കമ്മീഷൻ കിട്ടി ഈ ഇത്രയും വൈദ്യരെ പരസ്യപ്പെടുത്താൻ, എത്ര കമ്മീഷൻ കിട്ടി അത് പറ, നിങ്ങൾ എത്ര രൂപ വാങ്ങിച്ചിട്ടാണ് ഇത് പറയുന്നത്, എങ്ങനെയുള്ള ചോദ്യങ്ങൾ വരെ ആയി. ചോദ്യത്തിന് ഒരു ഉത്തരം കൂടെ കൊടുത്തേക്കാം. എല്ലാ ക്ലിപ്പുകളിലും എല്ലാ എൻ്റെ രഹസ്യങ്ങളും നെറ്റിൽ കിടപ്പുണ്ട്. ഞാൻ ആരാണ്, ചികിത്സിക്കുന്നതാണോ, വൈദ്യരാണോ, അതോ വൈദ്യം ചെയ്യുന്നുണ്ടോ, നാട്ടുവൈദ്യവും നാച്ചുറോപ്പതിനകത്ത് മരുന്നുകളൊന്നും ഇവിടെ വലിയ മരുന്നുകളൊന്നും ആർക്കുമില്ല, പ്രകൃതിദത്തമായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ചതാണ്. അതിനകത്തൊരു കാര്യം എക്സ്ട്രാ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഷുഗർ രോഗികളുടെ കാല് മുറിക്കാനോ അല്ലെങ്കിൽ കയ്യോ മുറിക്കാൻ വരുമ്പോൾ നിങ്ങൾ നിസ്സാരമായിട്ട് ഞങ്ങളെപ്പോലുള്ള എന്നെപ്പോലുള്ള ആൾക്കാരെ പ്രകൃതിക്കാരെയോ കണ്ടിട്ട് നിങ്ങൾ നോക്കുക, അവരോട് ചോദിക്കുന്നത് മുറിക്കുന്നതിന് മുമ്പിട്ട് ഒന്ന്. എനിക്ക് തോന്നുന്നത് ഇത് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഈ കച്ചവടക്കാർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ പറയേണ്ട കാരണം ഈ ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ, അവരെ അറിയത്തുമില്ല. അയാൾ പറഞ്ഞൊരു വാചകം എനിക്ക് പ്രതികരിക്കാമല്ലോ, ഞാനൊരു ഇന്ത്യക്കാരനാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തുടങ്ങിയത്. അതുകൊണ്ട് പ്രതീക്ഷിക്കുക, അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു മനുഷ്യൻ. അതുകൊണ്ട് ഈ സമ്പ്രദായത്തെ കേൾക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ നല്ലതുപോലെ ഇനി ബാക്കി കൂടി ഇട്ട് തരുന്നുണ്ട്. എല്ലാവരുടെ സമ്മതത്തോടു കൂടി അല്ലാതെ ഞങ്ങൾ ഇടുന്നില്ല. ഏത് ക്ലിപ്പിടുന്നെങ്കിലും അവർ പറഞ്ഞിട്ട് മാത്രമേ ഇടുള്ളൂ. ഇതിനകത്ത് നമുക്ക് യാതൊരു വിധമായ ഇതോടൊപ്പം എൻ്റെ സ്റ്റാഫും ഈ ചേച്ചിയും ചേട്ടനുമായിട്ട് സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അതും കൂടെ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾ ഇടുന്നുണ്ട്. അതുകൂടെ കണ്ടിട്ട് പ്രതികരിക്കുക. ഹലോ ഹലോ മാഡം, ഞാൻ മോഹനമേതിയുടെ അടുത്ത് നിന്ന് വിളിക്കുകയാണ്. ഞാൻ മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സാറിൻ്റെ ഒന്ന് കൊടുക്കുമോ, മറ്റേ ഫോൺ നമ്പറിൻ്റെ ആ പ്രശ്നം? ഹലോ സാറേ, ഞാൻ മുമ്പേ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടെ വിളിച്ചതാണ്. അപ്പം സാറിൻ്റെ നമ്പർ 98953
85185 അല്ലേ? ആ അതെ അതെ. അപ്പം സാറേ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഗൾഫിൽ നിന്ന് ഭയങ്കരമായ ഭീഷണികളും കാര്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വിളിച്ച് വളരെ മോശമായിട്ടാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ സംസാരിക്കുന്നത്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് താങ്കളും താങ്കളുടെ കൂടെ ഇരിക്കുന്ന സ്ത്രീയുടെ സമ്മതമില്ലാതെയാണ് ഈ നെറ്റിൽ ഇപ്പം വൈദ്യുരിട്ടിരിക്കുന്നതെന്നാണ്. അത് വൈദ്യുരിട്ടതല്ല, അത് വേറെ ആരോ നമ്മുടെ എടുത്തുകൊണ്ട് പോയി ഇട്ടതാണ്. വൈദ്യുരിട്ടതല്ല ഇപ്പം അത് കയറിയിരിക്കുന്നത്. അപ്പോൾ അത് താങ്കളുടെയും താങ്കളുടെ കൂടെ ഉള്ളവരെ സമ്മതമില്ലാതെ മൊബൈലിൽ അറിയാതെ പകർത്തി നെറ്റിലിട്ടിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ഞങ്ങള് പിന്നെ അസുഖം സുഖമായതിന്റെ ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഒരു വർഷങ്ങളോളം മരുന്ന് കുടിച്ചിട്ട് അലോപ്പതിയും പിന്നെ ആയുർവേദിക്കും എല്ലാം ഞങ്ങൾ കഴിച്ചിട്ട് സുഖമില്ലാതെ ഞങ്ങൾ വേറെ ഒരു കിഡ്നി പേഷ്യന്റിന്റെ പിന്നെ അസുഖമായി ആൾക്ക് സുഖം ആയതിന്റെ ശേഷം അയാളെ കെയറോപ്പിലാണ് ഞങ്ങളവിടെ വന്നത്. വന്നതിന് ശേഷം ആൾക്ക് സുഖമായി. ആൾ ഞങ്ങൾ എൻ്റെ തൊട്ട അയൽവാസിയാണ്. ആൾക്കിപ്പോ കിഡ്നി മാറ്റി വെക്കണം, 20 ലക്ഷം റുപ്യയും 2 കിഡ്നി വേണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഇവിടെ കിഡ്നി അയാളെ മരുന്ന് കുടിച്ച് സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ തൊട്ട അയൽവാസിയാണ്. അപ്പൊ ആ കെയറോപ്പിലാണ് ഞങ്ങൾ അവിടെ വന്നത്. വൈദ്യരെടുത്ത് വന്ന് ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി ആൾ വരുന്ന സമയത്ത് ഞങ്ങൾ വളരെ, എൻ്റെ ഭാര്യയാണ് അത് റുക്കിയ എന്ന് പറഞ്ഞത്, പിന്നെ വളരെ അവസ്ഥയിലായിരുന്നു വന്നിരുന്നത്. 2 ആള് ഞങ്ങൾ കൈ തൊക്ക് പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്നെ. അതിന് ശേഷം ഞങ്ങൾ മരുന്ന് കുടിച്ച് ഞങ്ങൾ ഒരാഴ്ചയോളം മരുന്ന് കുടിച്ചപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരാഴ്ചന് മുന്നേ ഞങ്ങൾക്ക് സുഖം തന്നെ ആയി വന്നു. ഭക്ഷണമൊന്നും കഴിക്കില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അങ്ങനെ സുഖമായതിന്റെ ശേഷം ഞങ്ങൾക്ക് സുഖം ആയി എന്നുള്ളതിന്റെ ഒരു ഉറപ്പ് കിട്ടിയ ശേഷമാണ് വൈദ്യരെടുത്ത് ഞങ്ങൾ പറഞ്ഞപ്പോൾ വൈദ്യർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വൈദ്യർ ഞങ്ങൾക്ക് ചോദിച്ചാണ് ഞാനത് വേറെ ആൾക്കാരോട് പറയണേ നിങ്ങൾക്ക് കുഴപ്പമുണ്ടോന്ന്. ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഇതിന് കള്ളത്തരങ്ങളൊന്നും ഇല്ലല്ലോ. അത് ഞങ്ങള് ഇവൾക്ക് എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് കുടിക്കാൻ വലിയ സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല, അതിനകത്ത് മരുന്ന് ഞങ്ങൾ കുടിക്കുന്നു. ലാസ്റ്റില് ഞങ്ങളിവിടെ ഈ മലപ്പുറം EMS ഹോസ്പിറ്റലിലായിരുന്നു പോയിരുന്നത്. അവിടെ നിന്ന് മരുന്ന് കുടിച്ചിട്ടും സമാധാനം ഇല്ലാത്തത് കാരണമാണ് ഞങ്ങൾ ഇത് നോക്കാന്ന് പറഞ്ഞാണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോയതാ. ഇപ്പൊ അതില് ഞങ്ങൾക്ക് സുഖം കണ്ടതിന് ശേഷമാണ് വൈദ്യരെടുത്ത് ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾ കൊടുത്തത്. അപ്പൊ താങ്കളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിന് താങ്കൾക്ക് ഒരു പരാതിയില്ല. ഞങ്ങൾ അവിടെ വേണ്ടാതൊന്നും ചെയ്തിട്ടല്ല. ഞങ്ങൾക്ക് സുഖമാണെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ കൊടുത്തത്. അല്ലാതെ വേറെ ആളെ പ്രേരണ പ്രകാരമോ അതല്ല ഞങ്ങളതിന്റെ സാമ്പത്തിക ലാഭത്തിനോ ഒന്നല്ല ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഞാനേ അങ്ങനെ തോന്നലുണ്ടെങ്കിൽ അതാരും കരുതും വേണ്ട, ഞങ്ങൾക്കത് വേണ്ട. ഞങ്ങൾ ഈ കൊടുക്കാൻ തന്നെ കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടി ആരെങ്കിലും നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ. ആരെടുത്താണ് മരുന്ന് കിട്ടുന്നത് പറയാൻ പറ്റില്ല. അപ്പോ മലപ്പുറത്ത് ഞങ്ങൾ മലപ്പുറത്താണുള്ളത്. ഈ മലപ്പുറത്ത് പലതരത്തിൽ ഞങ്ങൾ മരുന്ന് നോക്കിയിട്ട് പറ്റാതെ ഞങ്ങൾ ചേർത്തല ഈ മതിലകം വരാൻ കാരണം ഈ മരുന്ന് അവിടെ ഇപ്പൊ കിട്ടിയത് ഞങ്ങൾക്ക്. അപ്പൊ ആരെ കയ്യിലാണ് ഈ സുഖക്കേട് മാറുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ദൈവത്തിന് പറയാൻ പറ്റുള്ളൂ മരുന്ന് ആരെടുത്താണെന്നുള്ളത്. അങ്ങനെ ആ കാരണത്താൽ ഞങ്ങള് ഈ സുഖമായതിന്റെ ശേഷം ഞങ്ങളാണ് വൈദ്യർക്ക് ഇങ്ങനെ ഒരു അഭിമുഖം ഞങ്ങൾ കൊടുക്കാൻ ഉണ്ടായ കാരണം. ഓക്കെ സാർ. അപ്പൊ ഞാൻ സാറ് പറഞ്ഞ ഈ സാധനം ഈ സംഭാഷണം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് നെറ്റിൽ അതിന്റെ റിപ്ലൈ ആയിട്ട് കൊടുക്കാം. കാര്യം വളരെ മോശമായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഒരു സ്ത്രീയാണ് എടുത്തത്. അവരോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. എന്നോട് സംസാരിച്ചു. ഇവിടെ അതേമാതിരി ഞങ്ങൾക്കും കോള് വരുന്നുണ്ട്. ഇവിടെ അവരുടെ അടുത്ത് ഞങ്ങളത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി, നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. കാരണം അവിടെ ചെന്നാൽ പച്ചമരുന്നാണ്, ആള് നാടൻ വൈദ്യരാണ്, അയാൾ വേറെയുള്ള ആളൊന്നല്ല, നാടൻ വൈദ്യരാണെന്നുള്ള കാര്യം ഞങ്ങൾ പറയുന്നുണ്ട്. ആ നാടൻ വൈദ്യരാണ് ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്റേതല്ലാത്ത വേറെ പേഷ്യന്റ് ഇപ്പൊ നമ്മളെ കെയറോപ്പിൽ അവിടെ വന്ന ആൾക്കാർ മരുന്ന് കുടിച്ചു കൊടുക്കുന്നുണ്ട്. പിറ്റസഞ്ചിയിലെ വയറിന്റെ കല്ല് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ വന്ന് കല്ലെടുത്തിട്ട് പുറത്തിട്ട് ഞങ്ങളെ കണ്ണാലെ കണ്ടതാ. വേറെ പറഞ്ഞതല്ല, അതിന് സാക്ഷ്യം വേണ്ട. ഞങ്ങൾ കണ്ട അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അതല്ലാതെ ഞങ്ങൾ വേറെ ആൾ പറഞ്ഞു കേട്ടിട്ടോ മറ്റൊരാൾ പ്രേരണ പ്രകാരമോ അല്ല ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഞാനിപ്പോൾ തന്നെ ഞാൻ നെറ്റിൽ ഇടുകയാണ് കേട്ടോ സാർ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.